ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെസിൻ ആർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും റെസിൻ ആർട്ട് സ്റ്റാർട്ട് ചെയ്തവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും. അതായത് എങ്ങനെ റെസിൻ ഉപയോഗിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ഡൗട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനെങ്ങനെയാണ് റെസിൻ ആർട്ടിലേക്ക് വന്നത് എന്ന് പറയുകയാണെങ്കിൽ, എനിക്ക് ആദ്യം ഒരു ഓൺലൈൻ പേജ് ഉണ്ട്, ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ ഒരു വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഞാൻ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ജ്വല്ലറീസ്, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്ത് പേജ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി ഒന്നും കൂടെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഒന്നും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം, നമ്മുടെ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ഒന്നും കൂടെ ആഡ് ചെയ്യാം, കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം. അങ്ങനെയാണ് ഞാൻ തപ്പി റെസിൻ ആർട്ട് എന്നൊരു സാധനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ യൂട്യൂബിൽ നോക്കി. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ്, എന്തൊക്കെ വീഡിയോ റെസിൻ ആർട്ടിനെ കുറിച്ചുണ്ട്, ഏതൊക്കെ ഭാഷയിലുണ്ട് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ലോങ് വീഡിയോസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കണ്ട് ഒരു ഏകദേശം ധാരണ എത്തി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ചെറിയൊരു കിറ്റ് ഓർഡർ ചെയ്തു. 600+ എന്തോ റേറ്റ് ഉണ്ട്. 600-നും 700-നും ഇടയിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് തോന്നുന്നു. അപ്പം ഞാൻ വാങ്ങിയതിൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഒരു കിറ്റ് വാങ്ങി. അതിനകത്ത് കുറച്ച് 2 മോൾഡോ അല്ല, ഒരു റൗണ്ട് മോൾഡും പിന്നെ കുറച്ച് കീ ചെയിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ ആൽഫബറ്റിൻ്റെ മോൾഡും അങ്ങനെ 3 ടൈപ്പ് മോൾഡും റെസിനും ഹാർഡനറും കുറച്ച് കളർ ഗ്ലിറ്റർ അങ്ങനെയൊക്കെയുള്ള ഒരു കിറ്റ് വാങ്ങി. അത് ചെയ്ത് തുടങ്ങി. എൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഈ മഴ സമയത്ത് റെസിൻ ആർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. ഇതുപോലത്തെ ഒരു സമയത്താണ് ഞാൻ റെസിൻ ആർട്ട് വാങ്ങിയത്, ആ കിറ്റ് ഞാൻ വാങ്ങിയത്. അപ്പോൾ കൈ കിട്ടിയ പിന്നെ നമുക്ക് അപ്പം തന്നെ പരീക്ഷിക്കണമല്ലോ. നല്ല മഴയാണ്, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലും കൂടെ ആയിരുന്നു, അവിടെ ഭയങ്കര തണുപ്പാണ്. അങ്ങനെ ഞാൻ മറ്റേ മിക്സൊക്കെ ആക്കി ഞാൻ ചെയ്തു. ആൽഫബറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്തു, കീ ചെയിൻ പോലെയൊക്കെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കും, എന്തായി, ഡ്രൈ ആയോ. ഇതിപ്പോൾ 24 മണിക്കൂറൊക്കെ ഏകദേശം വേണത് ഡ്രൈ ആവണമെന്നൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ മനസ്സിലായി അത്രയൊന്നും വേണ്ടി വരില്ല, ഇത് പെട്ടെന്ന് ഡ്രൈ ആവുമെന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും, ഒന്നും ആയിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പോൾ മോൾഡിൽ നിന്നൊക്കെ ഇളകി വരാനുള്ള ഒരു പരിവായി. പക്ഷേ ഇങ്ങനെ വളച്ച് നോക്കിയത് വളയുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പണിവാളി, ഇങ്ങനെയല്ല, വിചാരിക്കുന്ന അത്ര ഈസി അല്ല റെസിൻ ആർട്ട് എന്ന് എനിക്ക് അപ്പം മനസ്സിലായി. അങ്ങനെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം നമ്മൾ അത്രയും പൈസ കൊടുത്തൊരു സാധനം വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്നില്ല, കളയേണ്ട വന്നു, ഉപേക്ഷിക്കേണ്ട, നമ്മളെ കൊണ്ട് പറ്റൂല. ആ ഒരു ഇത് വന്നപ്പോൾ ഞാൻ പിന്നെ വെറുതെ എന്തിനാ പൈസ കളയത്, ഇനിയും വാങ്ങി പൈസ കളയണ്ടെന്ന് വെച്ചിട്ട് ഞാനവിടെ നിർത്തി. എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടൂല ഈ സാധനം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനവിടെ നിർത്തി. അങ്ങനെ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ ലെറ്റർ എയും എസും അങ്ങനെ 2 ലെറ്ററാണ് ഞാൻ ചെയ്തത്. അതെടുത്ത് നോക്കിയപ്പോഴും അത് ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്ന സാധനം വെറുതെ അല്ല കൊടുത്തേക്കുന്നത്, കറക്റ്റ് തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ അതിങ്ങനെ വളഞ്ഞു പോവും, മറ്റേ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് കളിക്കും, മറ്റേ ആ കല്ല് പോലെ ആവില്ല അത്. വേറൊരു കാര്യം ഞാൻ പഠിച്ചു, മഴയത്ത് ഇത് ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യം കൂടെ പഠിച്ചു. പക്ഷെ ഞാൻ യൂട്യൂബിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ട്യൂട്ടോറിയലൊക്കെ കാണുമല്ലോ. അങ്ങനെ കാണുമ്പോൾ ആരും ഈ മഴയത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വീഡിയോ ഞാൻ എവിടെയും കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഏത് ക്ലൈമറ്റിലും ചെയ്യാം, ഓക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച്. ആ ഒരു മഴയത്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം പോലും എനിക്കപ്പോൾ വന്നില്ല. ഞാൻ ആ മഴയത്ത് തന്നെ ചെയ്തു. അപ്പോൾ അത് ഡ്രൈ ആയില്ല, അതുപോലെ തന്നെ എടുത്ത മെഷർമെൻറ്റ് തെറ്റായിരുന്നു. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റി, ഫ്ലോപ്പായിപ്പോയി. അവിടെ നിർത്താൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും തുടങ്ങി, എന്നാൽ പിന്നെ ചെയ്തിട്ട് തന്നെ കാര്യം വെച്ചു. അങ്ങനെ 1-2 ദിവസമല്ല, 6 മാസം പ്രാക്ടീസ് ചെയ്തു. ഞാൻ ഇതിങ്ങനെ വാങ്ങി തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. പിന്നെ എനിക്ക് വാശിയായി, ഒരു ഫ്രെയിമെങ്കിലും എനിക്കിത് ചെയ്ത് പുറത്തേക്ക് കൊടുക്കണം എന്നുള്ളൊരു വാശിയായി. അങ്ങനെ ഞാൻ പഠിച്ച് ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന ഫ്രെയിം എന്ന് പറയുന്നത് മോൻ്റെ ബർത്ത് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളൊരു ഫ്രെയിമാട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ട് കിട്ടി എനിക്ക്. അപ്പോൾ തന്നെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റൊക്കെ ചെയ്തിരുന്നു.
പിന്നെ എനിക്കൊരു ധൈര്യമായി, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു അതിൻ്റെ കൂടെ തന്നെ ഇത് എങ്ങനെ ചെയ്യണം, ഏത് ടൈമിൽ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം, എത്ര ടൈപ്പ് റെസിനുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പിന്നെ ഇത് ചെയ്ത് എനിക്ക് കിട്ടുന്ന അനുഭവങ്ങളിലൂടെ ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അത് നമ്മൾ പുറമേന്ന് എല്ലാവരും പറഞ്ഞു തരുമെന്ന് വിചാരിക്കേണ്ട. കാരണം ഇതുപോലെ റെസിനായിട്ട് പഠിച്ച ഒരു റെസിൻ ആർട്ടിസ്റ്റിന് നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ പറഞ്ഞു തരാൻ ചാൻസ് ഇല്ല. കാരണം അവരും ഇത് അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് നേടിയെടുത്തൊരു കാര്യമായിരിക്കും എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ ഞാൻ റെസിൻ ആർട്ടിലേക്ക് വന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ഇപ്പം എത്ര എണ്ണം ചെയ്തു എന്നറിയില്ല. ഒരുപാട് കല്യാണ മാലകൾ ഞാനിപ്പോൾ റെസിൻ ആർട്ട് പ്രിസർവ് ചെയ്ത് കൊടുത്തു. അതുപോലെ ബേബി ഫ്രെയിം, അതുപോലെ നമുക്ക് പലതും പ്രിസർവ് ചെയ്യാൻ കിട്ടും. ഇപ്പോൾ പെൻഡിങ്ങിലുണ്ട് 2 എണ്ണം. എന്നുവെച്ചാൽ മഴ ആയതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ തന്നില്ല. കാരണം അത്യാവശ്യം വലിപ്പമുള്ള ഫ്രെയിം ആയതുകൊണ്ട് ഞാനങ്ങ് പെൻഡിങ്ങിൽ വെച്ചേക്കുക, കുറച്ച് വെയിലുള്ള സമയത്ത് ചെയ്യാമെന്ന് വെച്ചിട്ട്. അങ്ങനെ ഇപ്പം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അത് വെറുതെ ആയില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം. ആർക്കെങ്കിലും റെസിനായിട്ട് ചെയ്യണം, ഇതിങ്ങനെ ചെയ്ത് തുടങ്ങണം താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങിക്കോ. പക്ഷേ ചെയ്ത് നല്ലോണം പക്കയായി ഇത് പുറത്തേക്ക് എനിക്ക് ധൈര്യമായിട്ട് ചെയ്ത് വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് വന്നതിന് ശേഷം മാത്രം ഓർഡേഴ്സൊക്കെ എടുക്കുക. ആ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിന് എന്താ പറയുക, പല റേറ്റിനും നമുക്ക് റെസിൻ വാങ്ങാൻ കിട്ടും. ലോ ക്വാളിറ്റി റെസിനുണ്ട്, ഹൈ ക്വാളിറ്റി റെസിനുണ്ട്. നമുക്ക് പല റേറ്റിനും കിട്ടും. റേറ്റ് കുറഞ്ഞ റെസിൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പുറത്തേക്ക് ഒരു വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും റേറ്റ് കുറഞ്ഞ റെസിൻ ഉപയോഗിക്കരുത്. കാരണം ചെയ്ത് വരുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊക്കെ തോന്നും. പോകെ നമുക്കിപ്പോൾ ചിലപ്പം 2-3 മാസമായിരിക്കും, അല്ലെങ്കിൽ ഒരു കൊല്ലമായിരിക്കും. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇതിങ്ങനെ മഞ്ഞ കളറായി വരാൻ തുടങ്ങും. അതിൻ്റെ ഉള്ളിൽ ഒരു പാട പോലെയൊക്കെ വന്നു തുടങ്ങും. അതിനർത്ഥം നമ്മൾ ചെയ്ത റെസിൻ ക്വാളിറ്റി ഇല്ല എന്നാണ്. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് ഒരാൾ വർക്ക് തരുമ്പോൾ നമ്മളത് പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവരുടെ വായിരിക്കും നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഓർത്ത് മാത്രം റെസിനാർട്ടിലേക്ക് ഇറങ്ങാം. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരൊന്നും റെസിനാർട്ട് ചെയ്യരുത്. പ്രത്യേകിച്ച് ശ്വാസം മുട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്യരുത്. അതുപോലെ കുട്ടികളുടെ അടുത്തുനിന്നൊന്നും ചെയ്യരുത്. ഞാനിപ്പോൾ മോൻ ഉറങ്ങി കഴിഞ്ഞിട്ട് പുറത്ത് വന്നിരുന്നിട്ടാണ് റെസിനാർട്ട് ചെയ്യുക. അവൻ എണീക്കുന്നതിന് മുന്നേ ഞാനത് കംപ്ലീറ്റ് ചെയ്യും. കാരണം എന്നുവെച്ചാൽ ഫ്രെയിം ഫുള്ള് സെറ്റാക്കും, അങ്ങനെയല്ല, ചെയ്യേണ്ട കാര്യം അപ്പം ചെയ്യും. എന്നിട്ട് ഞാനത് മൂടി വയ്ക്കും. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ചെറിയ പൊടിയാണെങ്കിൽ പോലും അത് അതിന് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയി നല്ലോണം മനസ്സിലാവും. അത് പിന്നെ നമ്മളെ വർക്കിനെ ഫുള്ള് ബാധിക്കും. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു റെസിൻ ആർട്ടിൻ്റെ ജേണി എന്ന് പറയുന്നത് കേട്ടോ. കേൾക്കുമ്പോൾ ചിലപ്പോൾ സിമ്പിളായിട്ടൊക്കെ തോന്നും, പക്ഷേ 5-6 മാസത്തിൻ്റെ കഷ്ടപ്പാടാണ് പിന്നെ ഒരൊറ്റ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയത്. ഫസ്റ്റ് എനിക്ക് കിട്ടുന്നൊരു ഫ്രെയിം എന്താണ് ഓർമ്മയില്ല. ഫസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഏതാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ സൈഡിൽ കൊടുക്കാട്ടെ, ഞാൻ ഫസ്റ്റ് ചെയ്ത ഫ്രെയിം ഏതാണ്. അപ്പം അങ്ങനെ ചെയ്ത് മാത്രം പഠിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. കേട്ടറിവ് കൊണ്ട് മാത്രം കിട്ടുന്നൊരു എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റി നമുക്ക് റെസിനിലില്ല. ചെയ്ത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോ. നല്ലോണം ചെയ്ത് തന്നെ പഠിച്ച് കുറച്ച് എന്താ പറയുക, നല്ലോണം ഫെയിലിയർ ആവും. ചെയ്ത് തന്നെ പഠിക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാവുള്ളൂ. ചെയ്ത് തന്നെ പഠിച്ച് തന്നെ മനസ്സിലാവണം. പിന്നെ അത്യാവശ്യം നമുക്ക് നല്ലോണം ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ആർട്ടും കൂടെയാണ് ഈ റെസിൻ ആർട്ട് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ പുറകിൽ അത്രയും ഹാർഡ് വർക്ക് ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഒരു ചെറിയ ഫ്രെയിമിനാണെങ്കിൽ പോലും നമുക്ക് 1000-ൻ്റെ അടുത്ത് റേറ്റ് വരും. അപ്പം നമുക്ക് നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള റേറ്റും കൂടെ അതിനകത്ത് കിട്ടുന്നതായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് അടിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഓക്കെ. പിന്നെ ഏത് റെസിൻ ഉപയോഗിക്കണം എന്ന് ഡൗട്ടുള്ളവരാണെങ്കിൽ ഞാനിവിടെ താഴെ എൻ്റെ ഇൻസ്റ്റഗ്രാം ID കൊടുക്കുക, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഏതാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഏതാണ് ഉപയോഗിക്കുന്നത്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ മോൾഡുകളാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള മോൾഡ് മാത്രം ഉപയോഗിക്കുക. അതിപ്പോൾ ഏത് ഷേപ്പാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള മോൾഡ് മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ റെസിൻ ആർട്ടിനെ കുറിച്ച് എനിക്ക് ഇപ്പം നിങ്ങളോട് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഓക്കെ, ബൈ.